Hi everyone, welcome to my plus one accountancy class. പ്ലസ് വൺ അക്കൗണ്ടൻസിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലെസൺ ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഒരേ ഒരു ഉത്തരമേ പറയാൻ കഴിയൂ. ദാറ്റ് ഈസ് കോൾഡ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. കാരണം ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിലെ ഒരു പ്രോബ്ലം ഇല്ലാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പറും ഇതുവരെ പ്ലസ് വൺ അക്കൗണ്ടൻസി എക്സാമിന്റെ ചരിത്രം പരിശോധിച്ചാൽ കടന്നുപോയിട്ടില്ല. ഏറ്റവും പ്രധാനപ്പെട്ട പ്രോബ്ലം ക്വസ്റ്റ്യൻ എപ്പോഴും ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്നാണ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് വരാറ്. ഞാൻ ഇത് സൂചിപ്പിച്ചത് ഈ ലെസണിന്റെ പ്രാധാന്യം ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രമാണ്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ വളരെ വ്യക്തമായി തന്നെ ഈ ലെസൺ നിങ്ങൾ മനസ്സിലാക്കിയെടുക്കണം. വളരെ ലളിതമായി കൊണ്ട് തന്നെ ഞാൻ ഈ ലെസൺ നിങ്ങൾക്ക് വിശദീകരിച്ചു തരാം. നമുക്ക് നേരെ ലെസണിലോട്ട് പോവാം. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയിൽ ഉണ്ടാവണം. അക്കൗണ്ടിങ്ങിന്റെ പ്രോസസ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയണം. ആദ്യം എന്തായിരുന്നു? ആദ്യം നമുക്ക് ട്രാൻസാക്ഷൻ കിട്ടും. ആ ട്രാൻസാക്ഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു? ജേർണലൈസ് ചെയ്യുന്നു. ജേർണലിൽ നിന്ന് നമ്മൾ എന്തുണ്ടാക്കുന്നു? ലെഡ്ജർ ഉണ്ടാക്കുന്നു. ലെഡ്ജർ നോക്കി നമ്മൾ എന്ത് ക്രിയേറ്റ് ചെയ്യുന്നു? ട്രയൽ ബാലൻസ് തയ്യാറാക്കുന്നു. ട്രയൽ ബാലൻസിന് ശേഷം ട്രയൽ ബാലൻസ് വരെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ട്രയൽ ബാലൻസ് ശേഷം വരയ്ക്കേണ്ട അക്കൗണ്ട് ആണിത് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അഥവാ ഫൈനൽ അക്കൗണ്ട് എന്ന് പറയുന്നത്. ഇപ്പൊ ട്രയൽ ബാലൻസ് വരെ നമുക്ക് എന്ത് പറയാം? ഒരു ബുക്ക് കീപ്പിംഗ് ആണ്. ആ ബുക്ക് കീപ്പിംഗ് എന്നുള്ളത് ആർക്ക് വേണമെങ്കിൽ ചെയ്യാം. പക്ഷെ ഫൈനൽ അക്കൗണ്ട് തയ്യാറാക്കേണ്ടത് അക്കൗണ്ടന്റ് ആണ്. ദാറ്റ് ഈസ് എ ഡ്യൂട്ടി ഓഫ് ആൻ അക്കൗണ്ടന്റ്. ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഒരു അക്കൗണ്ടന്റിന്റെ ഡ്യൂട്ടിയാണ്. അത് പ്രോപ്പറായിട്ട് വർഷാവസാനം തയ്യാറാക്കുക എന്നുള്ളത്. ഇപ്പൊ അക്കൗണ്ടിങ്ങിന്റെ പ്രോസസ്സ് മനസ്സിലായിട്ടുണ്ടാവും. ഫൈനൽ അക്കൗണ്ട് എവിടെയാണ് വരുന്നത്? അവസാനമാണ് എന്ത് വരുന്നത്? ഫൈനൽ അക്കൗണ്ട്സ് വരുന്നത് അഥവാ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് വരുന്നത്. ട്രാൻസാക്ഷൻ കിട്ടി, ജേർണലൈസ് ചെയ്തു, ജേർണലിൽ ലെഡ്ജറിലേക്ക് വന്നു, ലെഡ്ജറിൽ നിന്ന് ട്രയൽ ബാലൻസ് തയ്യാറാക്കി, ട്രയൽ ബാലൻസ് നോക്കിയാണ് നമ്മൾ എന്ത് വരയ്ക്കുന്നത്? ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അഥവാ ഫൈനൽ അക്കൗണ്ട്സ് വരയ്ക്കുന്നത്. അപ്പൊ നമുക്ക് ഇനി എന്താണ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അഥവാ ഫൈനൽ അക്കൗണ്ട് എന്താന്ന് നോക്കാം. ട്രയൽ ബാലൻസ് നമുക്ക് ഓൾറെഡി അറിയാം. ട്രയൽ ബാലൻസ് എന്ന് ഒരിക്കലും നമുക്കൊരു ബിസിനസിന്റെ റിസൾട്ട് അറിയാൻ കഴിയില്ല. റിസൾട്ട് അറിയാൻ കഴിയോ? നമുക്ക് കഴിയില്ല. ട്രയൽ ബാലൻസ് എങ്ങനെയായിരുന്നു? അവിടെ എന്തുണ്ടായിരിക്കാം? എക്സ്പെൻസിന്റെ ലെഡ്ജറിന്റെ എക്സ്പെൻസ് ഉണ്ടായിരിക്കാം, അസറ്റ് ഉണ്ടായിരിക്കാം. എക്സ്പെൻസിന്റെ ബാലൻസ് ഉണ്ടാവും, ഇൻകത്തിന്റെ ബാലൻസ് ഉണ്ടാവും, അസറ്റിന്റെ ബാലൻസ് ഉണ്ടാവും, ലാബിലിറ്റിയുടെ ബാലൻസ് ഉണ്ടായിരിക്കും, ക്യാപിറ്റലിന്റെ ബാലൻസ് ഉണ്ടായിരിക്കും. പക്ഷെ അവിടെ നമുക്ക് എന്ത് കിട്ടില്ല? സ്ഥാപനത്തിന്റെ റിസൾട്ട് ട്രയൽ ബാലൻസ് നോക്കിയാൽ നമുക്ക് കിട്ടില്ല. ആ റിസൾട്ട് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് വരയ്ക്കണം? ഫൈനൽ അക്കൗണ്ട് വരയ്ക്കണം. അപ്പൊ ഫൈനൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ പറയാം? ഫൈനൽ അക്കൗണ്ട് എന്ന് പറയുന്നത് പ്രധാനമായും രണ്ട് സ്റ്റേറ്റ്മെന്റുകളുടെ കോമ്പിനേഷൻ ആണ് ഫൈനൽ അക്കൗണ്ട് എന്ന് പറയുന്നത്. ഒന്ന് ഇൻകം സ്റ്റേറ്റ്മെന്റ് ആണ്, രണ്ട് ബാലൻസ് ഷീറ്റ് ആണ്. രണ്ട് സ്റ്റേറ്റ്മെന്റുകളുടെ കോമ്പിനേഷൻ ആണ് ഏത്? ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. രണ്ട് സ്റ്റേറ്റ്മെന്റുകൾ ഏതൊക്കെയാണ്? ഇൻകം സ്റ്റേറ്റ്മെന്റും ബാലൻസ് ഷീറ്റും. ഇൻകം സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ അതിൽ രണ്ട് അക്കൗണ്ടുകളുണ്ട്. ഒന്ന് ട്രേഡിംഗ് അക്കൗണ്ട്, രണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അപ്പൊ നമുക്ക് എങ്ങനെ പറയാം? ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഈസ് ദ കോമ്പിനേഷൻ ഓഫ് ടു സ്റ്റേറ്റ്മെന്റ് ദാറ്റ് ഈസ് കോൾഡ് ഇൻകം സ്റ്റേറ്റ്മെന്റ് ആൻഡ് ബാലൻസ് ഷീറ്റ്. ഇൻകം സ്റ്റേറ്റ്മെന്റ് ഇൻക്ലൂഡ്സ് ട്രേഡിംഗ് അക്കൗണ്ട് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഇൻകം സ്റ്റേറ്റ്മെന്റ് നമ്മൾ വരയ്ക്കുന്നത് നമ്മുടെ സ്ഥാപനത്തിന്റെ റിസൾട്ട് അറിയാൻ വേണ്ടിയാണ്, അഥവാ പ്രോഫിറ്റബിലിറ്റി അറിയാൻ വേണ്ടിയാണ് എന്ത് വരയ്ക്കുന്നത്? ഇൻകം സ്റ്റേറ്റ്മെന്റ് വരയ്ക്കുന്നത്. ബാലൻസ് ഷീറ്റ് വരയ്ക്കുന്നത് സ്ഥാപനത്തിന്റെ ഫൈനാൻഷ്യൽ പൊസിഷൻ അറിയാൻ വേണ്ടിയിട്ടാണ് എന്ത് വരയ്ക്കുന്നത്? ബാലൻസ് ഷീറ്റ് വരയ്ക്കുന്നത്. ഇൻകം സ്റ്റേറ്റ്മെന്റ് ഏതൊക്കെയായിരുന്നു? ട്രേഡിംഗ് അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും. ട്രേഡിംഗ് അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും എന്തിനാണ് വരയ്ക്കുന്നത്? റിസൾട്ട് അറിയാൻ വേണ്ടിയിട്ടാണ്, അഥവാ പ്രോഫിറ്റബിലിറ്റി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്, സ്ഥാപനത്തിന്റെ റിസൾട്ട് അറിയാൻ വേണ്ടിയിട്ടാണ്. ബാലൻസ് ഷീറ്റ് എന്തിനാണ് വരയ്ക്കുന്നത്? ഫൈനാൻഷ്യൽ പൊസിഷൻ അറിയാൻ വേണ്ടിയിട്ടാണ് എന്ത് വരയ്ക്കുന്നത്? ബാലൻസ് ഷീറ്റ് വരയ്ക്കുന്നത്. അപ്പൊ മൂന്ന് സ്റ്റേറ്റ്മെന്റുകൾ നമുക്ക് എന്ത് പറയാം? ഫൈനൽ അക്കൗണ്ട് അഥവാ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയാം. ഏതൊക്കെയാണ് മൂന്ന് സ്റ്റേറ്റ്മെന്റുകൾ? ഇൻകം സ്റ്റേറ്റ്മെന്റിൽ പെട്ട ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ദെൻ ബാലൻസ് ഷീറ്റ്. അപ്പൊ ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് ആർ കോൾഡ് ഫൈനൽ അക്കൗണ്ട്. ഇത് മൂന്നും കൂടുമ്പോൾ പറയുന്ന പേരാണ് ഫൈനൽ അക്കൗണ്ട്സ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഫൈനൽ അക്കൗണ്ട്സ് എന്ന് മനസ്സിലായിട്ടുണ്ടാവും. വാട്ട് ഈസ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്? ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. ട്രേഡിംഗ് അക്കൗണ്ടും പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടും എന്തറിയാൻ വേണ്ടിയിട്ട് വരയ്ക്കുന്നത്? പ്രോഫിറ്റബിലിറ്റി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വരയ്ക്കുന്നത്. ബാലൻസ് ഷീറ്റിന് വേണ്ടിയിട്ട് വരയ്ക്കുന്നത് ഫൈനാൻഷ്യൽ പൊസിഷൻ അറിയണം. ഇപ്പോൾ സ്ഥാപനത്തിന്റെ സാമ്പത്തിക നില എങ്ങനെയെന്ന് അറിയണം. അതിനുവേണ്ടി എന്ത് വരയ്ക്കുന്നത്? ബാലൻസ് ഷീറ്റ് വരയ്ക്കുന്നത്. അപ്പൊ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഈസ് ദ സ്റ്റേറ്റ്മെന്റ് വിച്ച് ഷോ ദ പ്രോഫിറ്റബിലിറ്റി ആൻഡ് ഫൈനാൻഷ്യൽ പൊസിഷൻ ഓഫ് എ ബിസിനസ് അറ്റ് ദ എൻഡ് ഓഫ് ദ അക്കൗണ്ടിംഗ് ഇയർ. ഒരു അക്കൗണ്ടിംഗ് ഇയറിന്റെ വർഷാവസാനം സ്ഥാപനത്തിന് ലാഭമാണോ നഷ്ടമാണോ ഉണ്ടായത് അറിയണം. അതുപോലെ തന്നെ സ്ഥാപനത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ, ഫൈനാൻഷ്യൽ പൊസിഷൻ എന്താണെന്ന് അറിയണം. അതിനുവേണ്ടി വരയ്ക്കുന്ന സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ പേരാണ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. അത് ഏതൊക്കെയാണ്? ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്. അപ്പൊ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്നത് മനസ്സിലായി. മൂന്ന് സ്റ്റേറ്റ്മെന്റുകളെ പറയുന്ന പേരാണ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. മൂന്ന് സ്റ്റേറ്റ്മെന്റുകൾ ഏതൊക്കെയാണ്? ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്. അല്ലെ ഫസ്റ്റ് അക്കൗണ്ട് ഏതാണ്? ട്രേഡിംഗ് അക്കൗണ്ട് ആണ്. ഫസ്റ്റ് അക്കൗണ്ട് ആയ ട്രേഡിംഗ് അക്കൗണ്ടിനെ കുറിച്ച് പറയുന്നതിന് മുന്നേ നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് ആദ്യം മനസ്സിലാക്കിയതിനു ശേഷം നമുക്ക് ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് പോവാം. ക്ലാസിഫിക്കേഷൻ ഓഫ് ലെഡ്ജർ അക്കൗണ്ട്സ് ഫോർ ഫൈനൽ അക്കൗണ്ട് പ്രിപ്പറേഷൻ.
ഫൈനൽ അക്കൗണ്ട് തയ്യാറാക്കാൻ വേണ്ടി അഥവാ ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് തയ്യാറാക്കാൻ വേണ്ടി ലെഡ്ജർ അക്കൗണ്ടിന്റെ ക്ലാസിഫിക്കേഷൻ കറക്റ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാവേണ്ടതുണ്ട്. ട്രയൽ ബാലൻസ് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ട്രയൽ ബാലൻസിൽ പ്രധാനമായും 5 ലെഡ്ജർ അക്കൗണ്ടുകളുടെ ബാലൻസുകളാണ് അതിലുണ്ടാവുക. ഏതൊക്കെയാണത്? എക്സ്പെൻസുമായി ബന്ധപ്പെട്ട അക്കൗണ്ടുകളുടെ ബാലൻസ് ഉണ്ടായിരിക്കും, ഇൻകവുമായി ബന്ധപ്പെട്ട ലെഡ്ജറുകളുടെ ബാലൻസ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ അസറ്റുമായി ബന്ധപ്പെട്ട ലെഡ്ജറുകളുടെ ബാലൻസ് ഉണ്ടായിരിക്കും, ലാബിലിറ്റിയുമായി ബന്ധപ്പെട്ട ലെഡ്ജറുകളുടെ ബാലൻസ് ഉണ്ടായിരിക്കും, ദെൻ ക്യാപിറ്റലിന്റെ ബാലൻസും ഉണ്ടായിരിക്കും. ഇങ്ങനെയാണ് ട്രയൽ ബാലൻസ് ഉണ്ടായിരിക്കുക. ഈ ട്രയൽ ബാലൻസ് നോക്കിയിട്ടാണ് നമ്മൾ എന്ത് വരയ്ക്കുന്നത്? ഫൈനൽ അക്കൗണ്ട്സ് വരയ്ക്കുന്നത്. ട്രേഡിംഗ് അക്കൗണ്ട് ആണെങ്കിലും, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണെങ്കിലും, ബാലൻസ് ഷീറ്റ് ആണെങ്കിലും, ഈ 3 അക്കൗണ്ടിനെയും ബേസ് ആയിട്ട് എടുക്കുന്ന നമ്മൾ ട്രയൽ ബാലൻസ് ആണ്. എക്സ്പെൻസ് ആണെങ്കിലും, ഇൻകം ആണെങ്കിലും, അസറ്റ് ആണെങ്കിലും, ലാബിലിറ്റി ആണെങ്കിലും, ക്യാപിറ്റൽ ആണെങ്കിലും, ഇതെല്ലാം ഈ 3 അക്കൗണ്ടിൽ എവിടെയാണ് വരിക എന്നുള്ള കാര്യം നമ്മൾ കറക്റ്റ് മനസ്സിലാക്കണം. അതിനുശേഷം നമുക്ക് എങ്ങോട്ട് പോവാം? ട്രേഡിംഗ് അക്കൗണ്ടും, പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടും, ബാലൻസ് ഷീറ്റും തയ്യാറാക്കാവുന്ന എങ്ങനെയാണെന്ന് മനസ്സിലാക്കാം. അത് നമുക്ക് എക്സ്പെൻസ് എടുക്കാം. എക്സ്പെൻസ് 2 തരത്തിലുണ്ട്. ഒന്ന് ഡയറക്റ്റ് എക്സ്പെൻസും, 2 ഇൻഡയറക്റ്റ് എക്സ്പെൻസും. ഇപ്പൊ ഡയറക്റ്റ് എക്സ്പെൻസ് എന്താണ്, ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് നമുക്ക് കറക്റ്റ് മനസ്സിലാവണം. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് വർക്ക്ഔട്ട് ചെയ്യാൻ കഴിയുള്ളൂ? ട്രേഡിംഗ് അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും തയ്യാറാക്കാൻ നമുക്ക് കഴിയുകയുള്ളൂ. എക്സ്പെൻസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു ഡയറക്റ്റ് എക്സ്പെൻസ് ആൻഡ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. എന്താണ് ഈ ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് നോക്കാം. ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറയുന്നത് പർച്ചേസോ അല്ലെങ്കിൽ പർച്ചേസ് റിലേറ്റഡ് എക്സ്പെൻസിന് നമുക്ക് എന്ത് പറയാം? ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറയാം. ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാലോ, ഡയറക്റ്റ് എക്സ്പെൻസ് അല്ലാത്ത എല്ലാ എക്സ്പെൻസുകളും എന്ത് എക്സ്പെൻസുകളാണ്? ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളാണ്. ഇൻഡയറക്റ്റ് എക്സ്പെൻസ് നമുക്ക് എന്ത് പറയാം? അതർ ദാൻ ഡയറക്റ്റ് എക്സ്പെൻസ് ആർ കോൾഡ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. ഡയറക്റ്റ് എക്സ്പെൻസ് അല്ലാത്ത എല്ലാ എക്സ്പെൻസുകളും എന്താണ്? ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളാണ്. അപ്പൊ എക്സ്പെൻസ് 2 തരത്തിൽ, ഡയറക്റ്റ്, ഇൻഡയറക്റ്റ്. ഡയറക്റ്റ് എന്ന് പറയുന്നത് എന്താ? പർച്ചേസ് അല്ലെങ്കിൽ പർച്ചേസ് റിലേറ്റഡ് എക്സ്പെൻസ് നമുക്ക് എന്ത് പറയാം? ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറയാം. ഡിറക്റ്റ് എക്സ്പെൻസ് നോക്കാം. ഡിറക്റ്റ് എക്സ്പെൻസ്. Direct expense are those expense which are purchase or purchase related expense or expenses needed for converting goods into saleable condition. Direct expense എന്ന് പറയുന്നത് പർച്ചേസ് അല്ലെങ്കിൽ പർച്ചേസ് റിലേറ്റഡ് എക്സ്പെൻസിന് അല്ലെങ്കിൽ ഒരു ഗുഡ്സ് സെയിലബിൾ കണ്ടീഷൻ ആക്കി മാറ്റാൻ വേണ്ടി വരുന്ന ചെലവുകളെ നമുക്ക് എന്ത് പറയാം? ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറയാം. ഈ ഡയറക്റ്റ് എക്സ്പെൻസുകളാണ് എവിടെ കാണിക്കുക? ട്രേഡിംഗ് അക്കൗണ്ടിൽ കാണിക്കുക. ഡിറക്റ്റ് എക്സ്പെൻസ് ആർ അപ്പിയർഡ് ഓൺ ദ ഡെബിറ്റ് സൈഡ് ഓഫ് ദ ട്രേഡിംഗ് അക്കൗണ്ട്. ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഡയറക്റ്റ് ഡെബിറ്റ് സൈഡിൽ വരുന്ന ഏതാണ്? ഡയറക്റ്റ് എക്സ്പെൻസുകൾ മാത്രമാണ് ട്രേഡിംഗ് അക്കൗണ്ട് എവിടെ വരുള്ളൂ? ഡെബിറ്റ് സൈഡിൽ വരുള്ളൂ. അപ്പൊ ഡയറക്റ്റ് എക്സ്പെൻസ് എന്താണ്? പർച്ചേസ് അല്ലെങ്കിൽ പർച്ചേസുമായി ബന്ധപ്പെട്ട ചെലവുകളെ നമുക്ക് എന്ത് പറയാം? ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറയാം. അല്ലെങ്കിൽ ഒരു ഗുഡ്സിനെ സെയിലബിൾ കണ്ടീഷനാക്കി മാറ്റാൻ വേണ്ടി വരുന്ന ചെലവുകൾ മാത്രമാണ് എന്ത് പറയുകയുള്ളൂ? ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറയുകയുള്ളൂ. ബാക്കി വരുന്ന എല്ലാ ചെലവുകളും, ആ സ്ഥാപനത്തിൽ മറ്റു വരുന്ന എല്ലാ ചെലവുകളും ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ് പറയാം. അപ്പൊ ഡയറക്റ്റ് എക്സ്പെൻസിന് എക്സാമ്പിൾ നമ്മൾ പറയാം. ഡയറക്റ്റ് എക്സ്പെൻസിന് ഒന്നാമത്തെ എക്സാമ്പിൾ എന്ന് പറയുന്നത് പർച്ചേസ് തന്നെയാണ്. രണ്ടാമത് വേജസ്. നമ്മൾ വാങ്ങിച്ചു കൊണ്ടുവരുമ്പോൾ സാധനങ്ങൾ ഇറക്കാൻ വേണ്ടി നമ്മൾ എന്ത് കൊടുത്തേക്കാം? ഒരു പക്ഷേ കൂലി കൊടുത്തേക്കാം. അപ്പൊ എന്ത് വരും? വേജസ് വരും. അത് ആ ഗുഡ്സുമായി ബന്ധപ്പെട്ടതാണ്. അല്ലെങ്കിൽ ഗുഡ്സ് സ്ഥാപനത്തിൽ ഗുഡ്സ് കൊണ്ടുവരുമ്പോൾ നമ്മൾ എന്ത് കൊടുത്തേക്കാം? ആ ഗുഡ്സിന് വെഹിക്കിളിലാണ് കൊണ്ടുവരുന്നെങ്കിൽ അതിന് റെന്റ് കൊടുത്തേക്കാം. ദാറ്റ് ഈസ് കോൾഡ് കാരേജ് ഇൻവേർഡ്. അതിനുവേണ്ടി പറയുന്ന പേരാണത് കാരേജ് ഇൻവേർഡ്, കാർട്ടേജ്, ട്രാൻസ്പോർട്ടേഷൻ, ഫ്രൈറ്റ്. ഇതെല്ലാം അതുമായി ബന്ധപ്പെട്ടതാണ്. പവർ, ഫ്യൂവൽ, പാക്കിംഗ് മെറ്റീരിയൽ, ആ ഗുഡ്സ് പാക്ക് ചെയ്യുന്നതിന് വേണ്ടി വരുന്ന ചെലവ്, വാട്ടർ, ഗ്യാസ്. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ഡയറക്റ്റ് എക്സ്പെൻസുകൾ. ഇപ്പൊ എന്താണ് ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് മനസ്സിലായിട്ടുണ്ടോ? ഇനി ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എന്താണെന്ന് ചോദിച്ചാൽ, ഡയറക്റ്റ് എക്സ്പെൻസ് അല്ലാത്ത എല്ലാ എക്സ്പെൻസുകൾ എന്താണ്? ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളാണ്. പർച്ചേസോ, വേജസോ, കാരേജ് ഇൻവേർഡോ, അതുപോലെ തന്നെ ഫ്രൈറ്റ്, കാർട്ടേജ്, ട്രാൻസ്പോർട്ടേഷൻ, പവർ, ഫ്യൂവൽ, പാക്കിംഗ് മെറ്റീരിയൽ, ഇതൊന്നും അല്ലാത്ത എക്സ്പെൻസുകളെ, ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട എന്ത്? ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. ഗുഡ്സുമായി ബന്ധപ്പെട്ട്, പർച്ചേസുമായി ബന്ധപ്പെട്ട് വരുന്ന ചെലവുകൾ എന്ന് പറയുന്നത്. അതല്ലാത്ത എക്സ്പെൻസുകൾ, എല്ലാം എക്സ്പെൻസുകളും എന്താണ്? ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളാണ്. ഫോർ എക്സാമ്പിൾ ഇൻഷുറൻസ്, സാലറി പോലത്തെ മറ്റെല്ലാ എക്സ്പെൻസുകളും ഏതിൽ വരുന്നതാണ്? ഇൻഡയറക്റ്റ് എക്സ്പെൻസിൽ വരുന്നതാണ്. അപ്പൊ ഡയറക്റ്റ് എക്സ്പെൻസ് മാത്രമാണ് എവിടെ കാണിക്കുകയുള്ളൂ? ട്രേഡിംഗ് അക്കൗണ്ടിൽ കാണിക്കുകയുള്ളൂ എന്ന് ഓർത്തിരിക്കുക. ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എവിടെയാണ് കാണിക്കുക? അത് ഞാൻ നെക്സ്റ്റ് പറയുമ്പോൾ പറയാം. അപ്പൊ ഇനി നെക്സ്റ്റ് നമുക്ക് എന്താണ്? അപ്പൊ ഡയറക്റ്റ് എക്സ്പെൻസ് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. പർച്ചേസ് റിലേറ്റഡ് എക്സ്പെൻസ് നമുക്ക് എന്ത് പറയാം? ഒരു ഗുഡ്സിനെ വിൽക്കാവുന്ന രൂപത്തിലാക്കി മാറ്റാൻ വേണ്ടി വരുന്ന ചിലവിനെ നമുക്ക് എന്ത് പറയാം? ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറയാം. ഇനി ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ഇത്ര മാത്രമേ നിങ്ങൾ പഠിച്ചു വെക്കേണ്ടുള്ളൂ. ഓൾ എക്സ്പെൻസ് അതർ ദാൻ ഡയറക്റ്റ് എക്സ്പെൻസ്, ദാറ്റ് ഈസ് കോൾഡ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. ഡയറക്റ്റ് എക്സ്പെൻസ് അല്ലാത്ത എല്ലാ എക്സ്പെൻസുകളും എന്താണ്? ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഡയറക്റ്റ് എക്സ്പെൻസ് അല്ലാത്ത എല്ലാ എക്സ്പെൻസുകളും എന്താണ്? ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. നമ്മൾ ഡയറക്റ്റ് എക്സ്പെൻസ് ഏതൊക്കെയെന്നുള്ളത് നമ്മൾ പഠിച്ചു. പർച്ചേസുമായി ബന്ധപ്പെട്ട് വരുന്ന ചെലവുകളാണ്. ബാക്കിയെല്ലാം എന്തായിരിക്കും? ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആയിരിക്കും. എക്സ്പെൻസ് ദാറ്റ് ഈസ് റിലേറ്റഡ് ടു സെയിൽസ് എന്ന് പറയാം. സെയിലുമായി ബന്ധപ്പെട്ട എല്ലാ എക്സ്പെൻസുകളും എന്തായിരിക്കും? ഇൻഡയറക്റ്റ് എക്സ്പെൻസിലായിരിക്കും. അതിന് നിങ്ങൾ നിങ്ങൾ ഇത്രേ പഠിച്ചു വെക്കേണ്ടുള്ളൂ. ഓൾ എക്സ്പെൻസ് അതർ ദാൻ ഡയറക്റ്റ് എക്സ്പെൻസ്, ദാറ്റ് ഈസ് കോൾഡ്
ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. എക്സാമ്പിൾ നമുക്ക് ഏത് വേണമെങ്കിൽ പറയാം. എക്സാമ്പിൾ ഏത് എക്സ്പെൻസ് ക്വസ്റ്റ്യനിൽ വന്നാലും അത് ഡയറക്റ്റ് എക്സ്പെൻസ് അല്ലാത്ത എല്ലാ എക്സ്പെൻസിലും എന്തായിരിക്കും? ഇൻഡയറക്റ്റ് എക്സ്പെൻസിലായിരിക്കും. സാലറി, കമ്മീഷൻ പെയ്ഡ്, ഇൻട്രസ്റ്റ് പെയ്ഡ്, പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി, പോസ്റ്റേജ്, ഇൻഷുറൻസ്, കാരേജ് ഔട്ട്വേഡ്, ട്രാവലിംഗ് എക്സ്പെൻസ്, ടെലിഫോൺ, ഇലക്ട്രിസിറ്റി, അഡ്വർടൈസ്മെന്റ്, ബാഡ് ഡെപ്റ്റ്, ഡിസ്കൗണ്ട് അലൗഡ്, ഡിപ്രീസിയേഷൻ എക്സെട്ര. ഇങ്ങനെ തുടങ്ങി വരുന്ന എല്ലാ എക്സ്പെൻസുകളും നമ്മൾ മുന്നേ പറഞ്ഞ ഡയറക്റ്റ് എക്സ്പെൻസ് അല്ലാത്ത എല്ലാ എക്സ്പെൻസുകളും എന്താണ്? ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളാണ്. അപ്പൊ നിങ്ങൾക്ക് ഡയറക്റ്റ് എക്സ്പെൻസ് ഏത്, ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് തരംതിരിക്കാൻ പഠിഞ്ഞാൽ നമുക്ക് ട്രേഡിംഗ് അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും വരയ്ക്കാൻ എളുപ്പമായിരിക്കും. ട്രേഡിംഗ് അക്കൗണ്ടിൽ എന്ത് മാത്രമേ കാണിക്കുകയുള്ളൂ? ഡയറക്റ്റ് എക്സ്പെൻസ് മാത്രമേ കാണിക്കുകയുള്ളൂ. ഇൻഡയറക്റ്റ് എക്സ്പെൻസ് അപ്പൊ എവിടെ കാണിക്കുക? അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് കാണിക്കുക. ഇൻഡയറക്റ്റ് എക്സ്പെൻസ് കാണിക്കുന്ന എവിടെയാണ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിലാണ്. ഡയറക്റ്റ് എക്സ്പെൻസ് കാണിക്കുന്ന എവിടെയാണ്? ട്രേഡിംഗ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിലാണ്. അപ്പൊ എക്സ്പെൻസിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. എക്സ്പെൻസ് രണ്ട് തരത്തിലുണ്ട്, ഡയറക്റ്റ് എക്സ്പെൻസും ഇൻഡയറക്റ്റ് എക്സ്പെൻസും. ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറയുന്നത് പർച്ചേസ് അല്ലെങ്കിൽ പർച്ചേസുമായി ബന്ധപ്പെട്ട ചെലവ്. ഒരു സാധനം വാങ്ങിച്ച് വിൽക്കാൻ വേണ്ടി കൊണ്ടുവരുമ്പോൾ ഉണ്ടാകുന്ന ചെലവുകൾ, അല്ലെങ്കിൽ ഗുഡ്സ് നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ ആ ഉണ്ടാക്കുന്ന സാധനം സെയിലബിൾ കണ്ടീഷനാക്കി മാറ്റാൻ വേണ്ടി വരുന്ന ചെലവുകളെ നമുക്ക് എന്ത് പറയാം? ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറയാം. വിൽപ്പനയുമായി ബന്ധപ്പെട്ട അതായത് ഡയറക്റ്റ് എക്സ്പെൻസ് അല്ലാത്ത എക്സ്പെൻസ് നമ്മൾ എന്ത് പറയാം? ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എന്നും പറയാം. അപ്പൊ അത് ക്ലിയർ ആയിട്ടുണ്ടാവും. നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോകാം. നെക്സ്റ്റ് എക്സ്പെൻസ് കഴിഞ്ഞാൽ അടുത്ത ലെഡ്ജർ അക്കൗണ്ട് ഏതുമായി ബന്ധപ്പെട്ടാണ്? ഇൻകംസുമായി ബന്ധപ്പെട്ടാണ്. ഇൻകംസും അതുപോലെ തന്നെ രണ്ടായി തരംതിരിക്കാം. ഡയറക്റ്റ് ഇൻകം എന്നും ഇൻഡയറക്റ്റ് ഇൻകം എന്നും നമുക്ക് രണ്ടായി തരംതിരിക്കാം. ഡയറക്റ്റ് ഇൻകം എന്ന് പറയുന്നത് സെയിലിലൂടെ കിട്ടുന്ന ഇൻകത്തെ പറയുന്ന പേരാണ് ഡയറക്റ്റ് ഇൻകം. ഇൻകം ഏൺഡ് ഡ്യൂറിംഗ് ദ ഓർഡിനറി കോഴ്സ് ഓഫ് ബിസിനസ്. ഓർഡിനറി കോഴ്സ് ഓഫ് ബിസിനസ് എന്ന് കിട്ടുന്ന ഇൻകത്തെ പറഞ്ഞ പേരാണ് ഡയറക്റ്റ് ഇൻകം എന്ന് പറയുന്നത്. ഡയറക്റ്റ് ഇൻകം എന്ന് പറയുന്നതാണ് സെയിലാണ്. ഏത് സ്ഥാപനത്തെ സംബന്ധിച്ചും ഡയറക്റ്റ് ഇൻകം എന്ന് പറയുന്നതായിരിക്കും സെയിൽ ഓഫ് ഗുഡ്സോ അല്ലെങ്കിൽ സെയിൽ ഓഫ് സർവീസ് ആയിരിക്കും. സെയിൽസ് നിന്ന് കിട്ടുന്ന വരുമാനം നമുക്ക് എന്ത് പറയാം? ഡയറക്റ്റ് ഇൻകം എന്ന് പറയാം. അപ്പൊ ഇൻഡയറക്റ്റ് ഇൻകം എന്തായിരിക്കും? ഇൻകം അതർ ദാൻ സെയിൽസ്. സെയിൽസ് അല്ലാത്ത എല്ലാ ഇൻകം എന്തായിരിക്കും? ഇൻഡയറക്റ്റ് ഇൻകം ആയിരിക്കും. അങ്ങനെ പഠിച്ചു വയ്ക്കുക. സെയിൽസ് അല്ലാത്ത മറ്റെല്ലാ ഇൻകം എന്തായിരിക്കും? ഇൻഡയറക്റ്റ് ഇൻകം ആയിരിക്കും. എക്സാമ്പിൾ അപ്പൊ ഡയറക്റ്റ് ഇൻകത്തിന് എക്സാമ്പിൾ സെയിൽസ് ആണ്. ഇൻഡയറക്റ്റ് ഇൻകത്തിന് മറ്റേത് ഇൻകംസും എന്തായിരിക്കും? ഇൻഡയറക്റ്റ് ഇൻകം ആയിരിക്കും. റെന്റ് റിസീവ്ഡ്, കമ്മീഷൻ റിസീവ്ഡ്, ഡിസ്കൗണ്ട് റിസീവ്ഡ് എക്സെട്ര. പ്ലസ് വൺ അക്കൗണ്ടൻസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലെസൺ ആണ് നമുക്ക് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫൈനൽ അക്കൗണ്ട് എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത് എന്താണ് ഫൈനൽ അക്കൗണ്ട് നമ്മൾ പറഞ്ഞു. രണ്ട് സ്റ്റേറ്റ്മെന്റുകളുടെ കോമ്പിനേഷൻ നമുക്ക് എന്ത് പറയാം? ഫൈനൽ അക്കൗണ്ട് എന്ന് പറയാം. ഒന്ന് ഇൻകം സ്റ്റേറ്റ്മെന്റും മറ്റേത് ഏതാണ്? ബാലൻസ് ഷീറ്റുമാണ്. അതുപോലെ ഇൻകം സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ രണ്ട് അക്കൗണ്ട്സുകൾ അതിലുണ്ട്. ഏതൊക്കെയാണ്? ട്രേഡിംഗ് അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ട്രേഡിംഗ് അക്കൗണ്ടും പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് നമ്മൾ എന്തിനു വേണ്ടിയാണ് വരയ്ക്കുന്നത്? പ്രോഫിറ്റബിലിറ്റി അഥവാ റിസൾട്ട് അറിയാൻ വേണ്ടിയാണ്. ബാലൻസ് ഷീറ്റ് എന്തിനാണ് വരയ്ക്കുന്നത്? ഫിനാൻഷ്യൽ പൊസിഷൻ അറിയാൻ വേണ്ടിയാണ് വരയ്ക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എങ്ങനെ പറയാം? ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആർ ദോസ് സ്റ്റേറ്റ്മെന്റ് വിച്ച് ഷോ ദ പ്രോഫിറ്റബിലിറ്റി. പ്രോഫിറ്റബിലിറ്റി ഏതാ കാണിക്കുന്നത്? ട്രേഡിംഗ് അക്കൗണ്ടും പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടും വിച്ച് ഷോ ദ പ്രോഫിറ്റബിലിറ്റി and financial position of a business at the end of the accounting year. ഫൈനൽ അക്കൗണ്ടിന് മുന്നേ നമ്മൾ ലെഡ്ജർ അക്കൗണ്ടിന്റെ ക്ലാസിഫിക്കേഷൻ കറക്റ്റ് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ട്രേഡിംഗ് അക്കൗണ്ടും പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടും വരയ്ക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് നമ്മൾ ലെഡ്ജർ അക്കൗണ്ട് ക്ലാസിഫിക്കേഷനിലേക്കാണ് പിന്നീട് നമ്മൾ പോയത്. എക്സ്പെൻസ് നമുക്ക് രണ്ടായി തരംതിരിക്കാം. ഡയറക്റ്റ് എക്സ്പെൻസ് എന്നും ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എന്നും. പർച്ചേസുമായിട്ട് ഒരു ഗുഡ്സ് സെയിലബിൾ കണ്ടീഷൻ ആക്കാൻ വേണ്ടി വരുന്ന ചിലവുകളെ പറയുന്ന പേരാണ് ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. പർച്ചേസ് ആവാം, അല്ലെങ്കിൽ പർച്ചേസ് റിലേറ്റഡ് എക്സ്പെൻസ് എന്ന് പറയുന്നത് പർച്ചേസ് റിലേറ്റഡ് എക്സ്പെൻസ് ആവാം, അല്ലെങ്കിൽ ഗുഡ്സ് ഉണ്ടാക്കുന്ന സ്ഥാപനമാണെങ്കിൽ മാനുഫാക്ചർ ചെയ്ത് സെയിലബിൾ കണ്ടീഷനിലേക്ക് വരുന്നത് വരെയുള്ള ചിലവുകളെ നമുക്ക് എന്ത് പറയാം? ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറയാം. അതിൽ പെട്ടതാണ് ഏതൊക്കെ? വേജസ്, കാരേജ് ഇൻവേർഡ് എന്ന് പറയുന്നത് എന്താണ്? വിൽക്കാൻ വേണ്ടി ഗുഡ്സ് സ്ഥാപനത്തിലേക്ക് വാങ്ങിച്ച് കൊണ്ടുവരുമ്പോൾ ആ വണ്ടിക്ക് കൊടുക്കുന്ന വാടകയെ പറയുന്ന പേരാണ് കാരേജ് ഇൻവേർഡ് എന്ന് പറയുന്നത്. അതിന് മറ്റൊരു പേരുകളാണ് കാർട്ടേജ്, ഫ്രൈറ്റ്, ട്രാൻസ്പോർട്ടേഷൻ. ഇതൊക്കെ അതുമായി ബന്ധപ്പെട്ടതാണ്. വേജസ് ആവാം, പവർ, ഫ്യൂവൽ, പെക്കിംഗ് മെറ്റീരിയൽ എക്സ്പെൻസ്. ഇതൊക്കെ ഇതുമായി ബന്ധപ്പെട്ടതാണ്. ഡയറക്റ്റ് എക്സ്പെൻസുമായി ബന്ധപ്പെട്ടതാണ്. നെക്സ്റ്റ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എന്തായിരുന്നു? അതർ ദാൻ ഡയറക്റ്റ് എക്സ്പെൻസ്, ദാറ്റ് ഈസ് കോൾഡ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. അപ്പൊ ഇതുമല്ലാത്ത നമ്മൾ ഡയറക്റ്റ് എക്സ്പെൻസിൽ പഠിച്ച ചിലവുകളല്ലാത്ത എല്ലാ ചിലവുകളും എന്തായിരിക്കും? ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളായിരിക്കും. നെക്സ്റ്റ് എന്തായിരുന്നു? ഇൻകം ആയിരുന്നു. ഡയറക്റ്റ് ഇൻകം എന്ന് പറയുന്നത് ഏതാണ്? സെയിലാണ്. സെയിൽ അല്ലാത്ത എല്ലാ ഇൻകം എന്താണ്? ഇൻഡയറക്റ്റ് ഇൻകം ആണ്. ഈ ക്ലാസിഫിക്കേഷൻ നിങ്ങൾക്ക് മനസ്സിലാക്കി നമുക്ക് ട്രേഡിംഗ് അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും വരയ്ക്കാൻ എളുപ്പമായിരിക്കും. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ട്രേഡിംഗ് അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആയിരിക്കും. അപ്പൊ ഈ ക്ലാസ് കറക്റ്റ് മനസ്സിലാക്കി എടുക്കുക. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ട്രേഡിംഗ് അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും വളരെ വിശദമായി തന്നെ ചർച്ച ചെയ്യാം. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കി എടുക്കേണ്ടത് എക്സ്പെൻസ്, ഡയറക്റ്റ് എക്സ്പെൻസ് ഏതാണ്, ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ഏതാണെന്ന് മനസ്സിലാക്കുക. ഡയറക്റ്റ് എക്സ്പെൻസ് കാണിക്കുക എവിടെയാണ്? ഡയറക്റ്റ് എക്സ്പെൻസ് കാണിക്കുക ട്രേഡിംഗ് അക്കൗണ്ടിലാണ്. ഡയറക്റ്റ് ഇൻകം എവിടെ കാണിക്കുക? ട്രേഡിംഗ് അക്കൗണ്ടിലാണ്. ഡയറക്റ്റ് എക്സ്പെൻസ് കാണിക്കേണ്ടത് ട്രേഡിംഗ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിലാണ്. ഡയറക്റ്റ് ഇൻകം കാണിക്കുക ട്രേഡിംഗ് അക്കൗണ്ട് ബൈ സൈഡിലാണ് അഥവാ ക്രെഡിറ്റ് സൈഡിലാണ്. ആ കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഡയറക്റ്റ് എക്സ്പെൻസ്, ഡയറക്റ്റ് ഇൻകം ട്രേഡിംഗ് അക്കൗണ്ടിൽ കാണിക്കുമ്പോൾ ഇൻഡയറക്റ്റ് എക്സ്പെൻസും ഇൻഡയറക്റ്റ് ഇൻകം എവിടെ കാണിക്കുക?
പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് ഓൾറെഡി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ബാക്കി കാര്യങ്ങൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ വളരെ വിശദമായി തന്നെ ചർച്ച ചെയ്യാം. ഐ ഹോപ്പ് ദാറ്റ് എവരിവൺ അണ്ടർസ്റ്റുഡ് ദിസ് ടോപ്പിക്. വി വിൽ മീറ്റ് അഗൈൻ ഇൻ ദ നെക്സ്റ്റ് ടോപ്പിക് വിത്ത് ദ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, ബൈ, താങ്ക് യു.